കഴിപ്പിച്ചു കളഞ്ഞല്ലേ? എനിക്ക് അവിടെ നിന്ന് ഇരിക്കണ്ടില്ല അച്ഛനെ പോലെ. പിന്നെ എന്നെ പോലെ അല്ല വേറെ ആരെ പോലെ ഇരിക്കേ? മക്കളിഞ്ഞു വേണം അവിടെ ചായ അവിടെ മക്കളിഞ്ഞു വേടാ. എൻ്റെ മക്കൾ പഠിച്ച് വലിയൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആവണം. എന്നിട്ട് കണ്ടുപിടുത്തങ്ങൾ നടത്തി എന്താവും വലിയൊരു സയന്റിസ്റ്റ് ആവണം കേട്ടാ. അച്ഛൻ്റെ ഇഷ്ടം എന്താണോ അതായത് തീരുകയെന്നാണ് എൻ്റെ ഇഷ്ടം. അയ്യോ എൻ്റെ പൊന്നു നോക്കണം. ഇത് എന്ത് പരിപാടിയാ അച്ഛാ? ഇവിടെ ഇളയ മോള് നിൽക്കുമ്പോ അവനെ മാത്രം മടിയിലിരുത്തി കൊഞ്ചിക്കുക. നീയും വാ, നീയും വേണ്ട എനിക്ക്. ഇതിപ്പോ ഒരുമാതിരി നേർച്ചയ്ക്ക് വിളിക്കുന്ന പോലുണ്ടല്ലോ. നന്നായി, നിങ്ങൾ ഡയലോഗാ, നിങ്ങൾക്ക് എന്നെ പാരായിട്ടുണ്ട്. മക്കളിഞ്ഞു വേടാ. അച്ഛാ, അച്ഛൻ എത്ര സ്നേഹം കാണിച്ചാലും അച്ഛൻ്റെ കുറച്ചും കൂടി സ്നേഹം എന്നെക്കാളും അവനോടാ. എനിക്കും കുറച്ചും കൂടി സ്നേഹം അവനോട് തന്നെയാണ്. അതാരണം ആ പ്രശ്നമില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്കിവിടെ കോംപ്ലക്സ് ഇല്ല. അയ്യോ എൻ്റെ പൊന്നുമോളെ, അങ്ങനെയൊന്നുമില്ല. അച്ഛൻ എല്ലാ മക്കളും ഒരുപോലെ തന്നെ. അതെല്ലാ അച്ഛന്മാരും പറയുന്നയാ, പക്ഷെ സത്യം അതല്ല. മനുഷ്യരല്ലേ പക്ഷാഘാതം കാണും. എന്തോന്ന് അമ്മേ, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ലെന്ന് വേർതിരിവ് കാണും. ദൈവത്തിന് മാത്രമേ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റൂ. അത് പക്ഷാഘാതമല്ല, പക്ഷഭേദം. എന്തായാലും അമ്മയ്ക്ക് സംഗതി മനസ്സിലായല്ലോ. ഭാഷ കൊണ്ട് ഞങ്ങൾ അത്ര ഉദ്ദേശിക്കുന്നത് അല്ലേ അച്ഛാ? പിന്നല്ല, എൻ്റെ മക്കള് നല്ല ബുദ്ധിയുള്ള ഉമ്മ തട്ടടാ. അവര് മാത്രം ഉമ്മ കൊടുത്തു നിർത്ത്, എനിക്ക് നിനക്ക് തരാം. ഇങ്ങനെ അച്ഛൻ്റെ അടുത്തിരുന്ന് കളിച്ചു ചേച്ചിരുന്നോ? സ്കൂള് തുറന്ന് പോവണ്ടേ? മറന്നുപോയാ? അതെങ്ങനെയാ ഞങ്ങള് മറക്കുന്നേ? ഞങ്ങൾ അതിന്റെ ഭയങ്കര ത്രില്ലല്ലേ. അച്ഛാ, സ്കൂൾ ഓപ്പണിംഗ് ഡേ കാരണം അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോവോ? പിന്നല്ലാതെ വേറെ ആരെ കൊണ്ടുപോവാ? മക്കള് പെട്ടെന്ന് കുളിച്ചിറങ്ങ്. നീ കണ്ട പിള്ളേർ സ്നേഹം കണ്ട? ഈ ഓഫീസിൽ പോയിട്ട് വരുമ്പോഴേ പൈസയും കൊടുത്ത് ഓരോ പൊതി വാങ്ങിച്ചോണ്ട് വരുമല്ല പിള്ളേരെ സ്നേഹം പിടിച്ച് കിട്ടാൻ വേണ്ടി. കിട്ടൂല, നീ തെറ്റിപ്പോയി. കണ്ടേ, ഇവിടം കൊടുക്കണം, ഇവിടം കൊടുത്ത് വാങ്ങണം സ്നേഹം. മൊത്തത്തിൽ ഇളകിയിരിക്കാനുള്ള നീ എനിക്ക് വേണ്ട ഭക്ഷണം കൊണ്ടാകും. പോവോ വേണ്ട, ഇവിടം കൊടുക്കണം, പറിച്ച് കൊടുക്കണം. മാറ്റി വെച്ചേക്ക് കൊടുക്കാം. കേശു, ശിവ, യൂണിഫോം ഇട്ടോ? ഷർട്ട് മാത്രമേ ഇട്ടുള്ളൂ. ഇതെന്താണ് ട്രൗസർ ഇടുന്നില്ലേ? പോയിടാ. അമ്മ, ഈ സോക്സ് ഒന്ന് കേട്ടിട്ടാ അമ്മ. ഇങ്ങോട്ട് വാ. ഫുഡ് വേസ്റ്റ് ആക്കരുത് കേട്ടോ. കയറിയിരിക്കും ഇങ്ങോട്ട്. ഇതൊക്കെ നേരത്തെ ഇട്ടൂടായിരുന്നു നിനക്ക്? ഇല്ല, യൂണിഫോം ഇപ്പിട്ട് തീർന്നേ ഉള്ളൂ. പെട്ടെന്ന് റെഡി ആവടാ, മഴ. അമ്മേ, വൈകിട്ട് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരണേ. സ്കൂളിൽ പോകുമ്പോ ഭയങ്കര വിശപ്പാ. അതല്ലെങ്കിലും ഉണ്ടല്ലോ വിശപ്പ്, സ്കൂളിൽ പോകുമ്പോ മാത്രമല്ലല്ലോ. ബോക്സ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ യൂണിഫോം? തരക്കേടൊന്നുമില്ല. നീ അങ്ങനെ പറയൂ, നീ കുശുമ്പിയാ. നീ പോടേക്കാ. കേശു, അലീന ഫ്രാൻസിന്റെ അടുത്ത് ഇന്ന് തന്നെ പോയി മിണ്ടാൻ നിൽക്കല്ലേ. ഇവിടെ നിന്ന് രണ്ടും കൂടി പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാ. തിരിച്ചു വരുമ്പോ വെറുതെ അടിയും പിടി. മോശം തന്നെ. മുടിയാ, നീ മിണ്ടായിരിക്കും. നല്ലൊരു ദിവസമായിട്ട് വെറുതെ അടി ഉണ്ടാക്കല്ലേ. അച്ഛൻ റെഡി അല്ലേ? ഞാൻ എപ്പോഴും റെഡി. വാ, ഞാൻ പിടിക്കാം, ഞാൻ എടുത്തോളാം ബാഗ്. അല്ല, ഞങ്ങളുടെ ബാഗ് ഞങ്ങൾ എടുക്കും. ബൈ. നീ വാ. എന്താ സൂക്ഷിച്ചൊക്കെ പോയിട്ട് വാട്ടാ. ശിവ പോയിട്ടോ. കൊടയുണ്ടോ? ബൈ. കണ്ടാ നിങ്ങൾ എന്നെ സ്കൂളിൽ കൊണ്ടുപോലെ തോന്നുന്നു. ബാഗ് നനയും, കൊണ്ട് നല്ലോണം പിടിക്കേ. ബസ് പോയി കണ്ടൂടെ? നീ വന്നാ? ചക്കച്ചോളയാണ് അമ്മ വന്നിട്ട്. അവയിലൊക്കെ അവിക്ക് എന്തെങ്കിലും ചെയ്യും. അവർ സ്കൂളിൽ പോയാ? ശിവൻ കേശും പോയി. എന്റെ അളിയനെ കൊണ്ടുപോയേക്കണേ രണ്ടുപേരെയും. സ്കൂളിൽ എത്തുവോ? വല്ലതും കഴിച്ചാ? പുട്ടെടുക്കട്ടെ? കടലക്കറി ഉണ്ടോ? കടലാക്രമണം ഉണ്ട്. കുറച്ച് കഴിക്കാം. ശ്രീ, പിള്ളേര് സ്കൂളിൽ പോണ കണ്ടപ്പോഴേ എനിക്ക് എന്തോ പോലെടാ. എനിക്ക് സ്കൂളിൽ പോകണമെന്ന് തോന്നണം.
എനിക്ക് ഭർത്താവിൻ്റെ അടുത്ത് പറയണ്ട, കൊണ്ടുപോയി നിന്നെ 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കും. അതാണ് സ്വഭാവം. തമാശ അതൊന്നും അല്ല. പിന്നെ അവർ പെട്ടെന്നല്ലേ അങ്ങ് വളർന്ന് വലുതാവണേ. അത് കാണുമ്പോൾ എന്തോ ഒരു വിഷമം. പ്രതീക്ഷിച്ച പോലൊന്നും കാര്യങ്ങൾ നടക്കണമില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യം വരില്ലായിരുന്നല്ലോ. ഓ, ദൈവം നമ്മളെ കാര്യത്തിൽ പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഓരോ ദിവസം ചിലവ് കൂടുന്നതല്ലാതെ കുറയണമില്ല. മൂത്ത കൊച്ചിനെ കെട്ടിച്ചു വിട്ടാലും പിന്നെ ശിവയും കേശവും കണക്കല്ല അവരെ പഠിപ്പിക്കണ്ടേ. അതൊക്കെ ഇപ്പം ചിന്തിക്കേണ്ട കാര്യമൊന്നുമല്ല, നേരത്തെ ആലോചിക്കണമായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുമോ? ചിലപ്പോഴൊക്കെ തോന്നും ബാലു പറയുന്നത് ശരിയാന്ന്. എന്തോന്ന് ശരി? നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കണം. അല്ല പിന്നെ വസ്തുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഒരു വീടായേനെ. ആദ്യം തലചായ്ക്ക് ഒരു വീട്, അതിനുശേഷം ബാക്കിയെല്ലാം. ആർക്കൊന്നും ഉത്സാഹമില്ലാത്ത ഒന്നും വിറ്റ് കളയണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. സ്ഥലമൊക്കെ എഴുതി തന്നിട്ട് അവസാനം വീട് സ്ഥലം ഇല്ലാതെ അളിയൻ്റെ സ്വഭാവം അനുസരിച്ച് അത് നടക്കൂ. ഓ, സ്ഥലം എഴുതി തന്നിട്ടുണ്ടെങ്കിൽ ബാലുവിൻ്റെ സ്ഥലം എന്തെങ്കിലുമൊക്കെ ബാലു ചെയ്യും. അതല്ലെങ്കിൽ രാഘവമാമൻ്റെ സ്ഥലം തരും. അവസാനം രാമമാമന്റെ ചുടലത്തെങ്ങിന്റെ മൂട്ടിയിരുന്ന് കരയും. നീ ഒന്ന് നിർത്തുമോ? കേട്ടിട്ട് പ്രാന്തെടുത്ത്. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ തന്നെ നാഴികക്ക് നാൽപ്പോട്ടെ ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യവും ഇല്ല. നീ ഈ സ്ഥലത്തിന്റെ കാര്യത്തിൽ നേരത്തെ എന്തെങ്കിലും ഉത്സാഹം കാണിച്ചിരുന്നെങ്കിലേ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നടന്നേനെ. സമയമില്ലല്ലോ, ഒന്നിനും സമയമില്ല. നിന്റെ തിരക്കൊക്കെ കഴിയുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. പുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ബാ, കടലക്കറി എന്തേ നീ എന്നെ എടുത്ത് കഴി. പോയാ കാര്യം പറയുമ്പോ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. ആ തമാശയാണല്ലോ. കുട്ടികളൊക്കെ ഉണ്ടാക്കിയാ? ഉണ്ടാക്കി. വൈകുന്നേരം വിളിക്കാൻ ചെല്ലണം, എന്നെ കൊണ്ട് പറ്റൂല. വഴി നീളെ കണ്ടതൊക്കെ വേണമെന്ന് പറയും, ശരിയാവൂല. വല്ലപ്പോഴും അല്ലേ വാങ്ങിച്ചു കൊടുക്കണുള്ളു? വാങ്ങിച്ചു കൊടുക്ക്. കുട്ടികൾ എന്താ പറയാച്ചാ? വല്ലപ്പോഴേക്ക് എടീ, കുടുംബം വിറ്റാലും വാങ്ങിച്ചെടുക്കാൻ പറ്റൂല. അങ്ങനെയുള്ള സാധനങ്ങളാണ് അമ്മ ചോദിക്കണത്. ഡേയ്, നീ വൈകുന്നേരം വണ്ടി എടുത്തോണ്ട് പിള്ളേർ വിളിച്ചോണ്ടോ? വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. ഇവനൊന്നാമത് ഇത്തിരി സ്പീഡ് കൂടുതലാണ്. അവർ രണ്ടുപേരും കൂടെ പിരിവൊപ്പിക്കും, ഇവൻ സ്പീഡ് കൂട്ടും. പിന്നെ എന്തെങ്കിലും അപകടം പറ്റും. ആ ഇല്ല ഇല്ല ഇല്ലോ ഇല്ലോ. നീ വിളിക്കാൻ പോകണ്ടടാ, അവള് എല്ലാം നേരത്തെ കണ്ടു കഴിഞ്ഞു. ശ്രീ, ശ്രീയേ മകളെ, നിനക്ക് അടുത്ത മാസമല്ലേ സ്കൂൾ തുറക്കണേ? ക്ലാസ് തുറക്കും. ഓ, അച്ഛനും ചെലവ് തന്നെ. ശ്രീകുട്ടാ, എന്തിനു വിളിക്കണേ? ശ്രീ എന്തോന്ന് നടന്ന് നില വിളിക്കണേ? വാ, പുട്ടഴിക്ക്. എനിക്ക് വേണ്ട. കഴിച്ചിട്ട് പോട്ടെ. ശ്രീകട് വാടാ, കഴിച്ചേ. ഞാൻ കഴിച്ചു. അതിനിടയ്ക്ക് എന്ത് കഴിച്ച്? ഞാൻ അകത്തുനിന്ന് ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് കുറച്ച് വായു ഒഴിച്ചു. ശ്രീ വന്നേ, വാ കഴിക്ക്. എനിക്ക് വേണ്ടെന്ന്. അതെന്താ? അതിന് കഴിച്ചാൽ തൊണ്ടയിരിക്കും. നീലു, ഒരു ചെറിയ കമ്പ് കിട്ടുമോ? അതെന്തിനാ? അല്ല, തൊണ്ടയിരുന്ന പൊട്ട് കുത്തിയിറക്കാനാ കേട്ടോ. എന്താ നോക്കണേ? മാമ കുറച്ച് കഴിക്കും. അയ്യോ, എനിക്ക് വേണ്ടേ. എടാ കഴിക്കടാ. ഞാൻ വീട്ടിൽ പോണ വഴിക്ക് വല്ല ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. മഴ മാറട്ട്. മഴ ഇപ്പം മാറൂടാ. ഇവനെന്ത് സ്വഭാവമാണ്? ഓരോന്നാലോചിച്ച് ഓരോന്നങ്ങ് തീരുമാനിച്ചോളും. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? അതെ, പണ്ടുള്ള ആൾക്കാർ പറയും, അരമന കൊടുത്താലും ആന കൊടുത്താലും പെണ്ണ് പെണ്ണ് തന്നെ, തള്ളിയേ പറയും. അരമനമര പഴഞ്ചൊല്ലേ? വാടാ ശ്രീകുട്ടാ, ഇവിടെ പുട്ടെടുത്ത് വെച്ചിട്ട് വാടാ, കഴിച്ചിട്ട് വാടാ. വിളിയടേ ഇങ്ങോട്ട്. അമ്മ, മാമനെന്താ പറ്റിയേ? എനിക്ക് എങ്ങനെ അറിയാം? ശ്രീകുട്ടാ, ശ്രീകുട്ടാ, അത് അടുക്കള വെച്ച് അത് ഒന്നുമില്ല. എന്തായാലും ഒന്നുമില്ല. ഒരു ചേച്ചി അനിയന് ലോകത്തൊരിടത്തും ഇല്ലാത്ത തന്നെ ചേച്ചി അനിയൻ. ഒട്ടും കടല എടുക്കണം, അവന് കൊടുക്കണം, അവൻ പിണങ്ങി പോകണം, അവൻ ഇങ്ങോട്ട് വരണം, അങ്ങോട്ട്. ഇവിടെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. ഇപ്പം ഇങ്ങനെ വരും. എന്നിട്ട് നമ്മളറിയാം അടക്കള കയറി അടിച്ചിട്ട് പോകും. ശ്രീ, ഡാ അകത്തേക്ക് വന്നേ. ഡാ, അകത്ത് വരാൻ.
ഞാൻ അടുക്കളയിൽ വെച്ച് അങ്ങനെ അടുക്കളയിൽ വെച്ച് പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടല്ലോ. നിനക്ക് വസ്തു വരുന്നതിൽ താല്പര്യം കാണിക്കാത്ത ഞാനാണല്ലേ. അളിയ ഓരോന്ന് പറയുമ്പോഴത്തേ വസ്തുവിന്റെ കാര്യത്തെ പറ്റി ഓരോന്ന് പറയുമ്പോഴത്തേ നീ വഴക്ക് പറഞ്ഞ് ഓടിക്കണമെന്നല്ല, എല്ലാം വെറുതെ. നീയാണ് അളിയനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചിട്ട് ഇളക്കി വിടണേ. എനിക്കെല്ലാം മനസ്സിലായി. എന്നിട്ട് ഞാനും അച്ഛനും വരുമ്പോഴത്തേക്ക് തിരിച്ചും മറിച്ചും പറയും. ശ്രീകുട്ട ഇതെന്തോന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടെ വസ്തുവിന്റെ കാര്യത്തെ പറ്റി സംസാരിച്ചാ? വെറും സംസാരമൊന്നുമല്ല, എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കല്ലേ. എന്തോന്ന് വസ്തു? ഇതൊക്കെ ആര് കണ്ടത് വസ്തു? മനസ്സിൽ തോന്നാത്ത ഓരോ കാര്യം വിളിച്ചു പറയല്ലേ ശ്രീകുട്ട. നിന്റെ മനസ്സിലൊന്നുമില്ല, എല്ലാം വാസ്തു പുരുഷനാണ് നിന്നെ കൊണ്ട് പറയിപ്പിച്ചേ. നീ ഒന്നെങ്കിൽ നിന്റെ മനസ്സിലുള്ള തുറന്നു പറ, അല്ലെങ്കിൽ എല്ലാം നിർത്തി വിടാ വെച്ച്. നീ പതുക്കെ സംസാരിടി. ദേഷ്യം വരുന്നുണ്ട്. എന്തോന്ന് മാമത് വിട്ടുകളാ, ബി കൂൾ. ആ തല്ലാൻ നീ എവിടെ ഓടണ്ടാ? ഞാനിപ്പോ ഇവിടെ നിന്നാ ശരിയാവില്ല, പിന്നെ ആരാ? വസ്തുവിന്റെ ഞാനിവിടെ നിന്നാ ശരിയാവില്ല. നീ എവിടെ പോണ്? ശ്രീകുട്ടാ വാടാ. നീ എന്തിനാ അവനെ വഴക്ക് പറഞ്ഞത്? വസ്തുവിന്റെ അടുത്തെ പറ്റി സംസാരിക്കുക. എന്തോന്നടേ ഇത്? ജാകുമ്പോ കൊണ്ടുപോകണം എല്ലാം കൂടെ. ആർക്ക് വസ്തു? എന്ത് വസ്തു? ചെറുക്കനെ മനസ്സിലായിട്ട് വിഷമിപ്പിക്കാൻ വേണ്ടി. പിന്നെ എല്ലാം അവിടെ നിന്ന് കൊണ്ടുപോവാ. സത്യം ബിസിലടിച്ചു. എന്നെങ്കിലും നടക്കുമെന്ന് എനിക്കറിയായിരുന്നു. പോട്ടെ, കണ്ടിട്ട് വരാം. അവിടെ എനിക്കറിയില്ല. എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? നീ എന്റെ അടുത്ത് എന്തിനാ ദേഷ്യപ്പെടണേ? അമ്മ എന്തെങ്കിലും മാമന്റെ അടുത്ത് പറഞ്ഞു കാണും, അതാ മാമന് ഇത്ര ദേഷ്യം. എണ്ണ ഇല്ലാത്തവർ എന്റെ ഇത് കിട്ടൂട്ടോ. നീ എന്താണ് അവന്റെ അടുത്ത് പറഞ്ഞത്? നമുക്ക് കിട്ടാനുള്ള വസ്തു നമ്മളെ പേരിൽ എത്രയും പെട്ടെന്ന് എഴുതി തരാൻ പറഞ്ഞ? അല്ല, എനിക്ക് അവകാശപ്പെട്ട വസ്തു വിറ്റ് ആ കാശ് ഫിനാൻസിലിടാൻ. എനിക്കറിയാം. അവസാന കാലത്ത് നമ്മളെ നോക്കാൻ ആരും കാണൂല. എടി, അനാഥാലയത്തിൽ കിടക്കുമ്പോഴെങ്കിലും ആ വസ്തു വിറ്റ് അതിന്റെ അച്ഛൻ സമ്മതിക്കോ? അച്ഛനും അമ്മയും വയസ്സാകുമ്പോഴത്തേക്കും അപ്പൂപ്പനൊക്കെ ഉണ്ടാവോ? പിന്നില്ലേ, ആരില്ലെങ്കിലും അവരെയാണ് മക്കളവി. എവിടെ തള്ളയില്ലേ? അയ്യോ, അവര് നമ്മളെ നാശം കണ്ടിട്ട് അവര് പോവും. കണ്ടാ പല്ലിയലച്ച് ബാലു നിർത്തുന്നുണ്ട്. എന്റെ സ്വഭാവം മാറൂട്ടാ. ഇതാരടാ? ഇതെന്റെ ഫ്രണ്ട് ആച്ചാ. ഞാനിപ്പോ റോട്ടിൽ കൂടി പോണ കണ്ടപ്പോ ഇങ്ങോട്ട് വിളിച്ചാ. എന്താ മോന്റെ പേര്? ഡ്രിങ്കു. നല്ല പേരല്ലേ മോനെ? ഈ വീട്ടുകാർക്ക് ഈ പേര് വിളിക്കാൻ പറ്റുമോ? പറ്റുമോ? അത് എന്റെ അനിയത്തി ലച്ചു. ഹായ് ഡ്രീ. ആൻഡ് ദിസ് ഈസ് മൈ മാം നീലു. എന്താ മോനെ, വെറുതെ വന്നതാണോ അതോ? ഇല്ലേ, ജസ്റ്റ് വീടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാന്ന് വിചാരിച്ചു. വീട് ഇഷ്ടപ്പെട്ടാ? ഇത് നമ്മളെ വീടൊന്നും അല്ല, വാടക വീട്. നമ്മളിങ്ങനെ. എന്ത് മോന്റെ അച്ഛന്റെ പേരെന്താണ്? എന്താ ജോലി? എന്താ? ഡെപ്യൂട്ടി കളക്ടറാ? ഓ, അപ്പൊ നിക്കലയുടെ സമയം കാണൂലല്ലോ, ഭയങ്കര തിരക്കായിരിക്കുമല്ലേ? ഞാനൊന്നുമില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ പഴയ TV റേഡിയൊക്കെ നന്നാക്കിയിട്ട് അങ്ങനെ ജീവിക്കണം. നീലു, ഡ്രീമിന് ചോറ് കൊടുക്കുക. അയ്യോ, ഞങ്ങള് പോണ്. എന്താ? കുറച്ച് തിരക്കുണ്ട്. അല്ലടാ, നിനക്ക് എന്താ, നീ ഇത് പകുതി വെച്ച് നിർത്തിയിട്ട് വന്നല്ലോ? ഇല്ല, കുറച്ച് പണിയുണ്ട് അവിടെ പോയിട്ട്. ബാ, ഓക്കെ ഡ്രീമോൻ, വരണം കേട്ടോ. പിന്നെന്താ, പിന്നെയും വരും. ഡ്രിങ്കു വരണേ. നല്ല ഐശ്വര്യമുള്ള പോയല്ലേ? ബോധമുണ്ടാ, വിവരമുണ്ടോ നിങ്ങക്ക്? ഡെപ്യൂട്ടി കളക്ടർ ആയ അവന്റെ അച്ഛന് നിക്കറിടാൻ സമയമുണ്ടോ എന്നല്ലേ ചോദിക്കണേ? അത് നമ്മുടെ ഒരു യൂഷ്വൽ ടോക്കല്ലേ. തിരക്കാകുമ്പോൾ പറയും നിൽക്കേണ്ട സമയമുണ്ടോ, പേരുടെ സമയമുണ്ടോ, വസ്ത്രം ധരിക്കുന്ന സമയമുണ്ടോ ചോദിക്കൂലേ? എത്രയേ ഉള്ളൂ. നമ്മൾ വൾഗറായിട്ടൊന്നും അല്ലല്ലോ. കൂതറ. ആ ഡ്രിങ്ക് പോലെടാ, തന്തായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. നൈസ്. ആഹാ, ഡേയ് നീ എന്ത് ഒന്നും കഴിക്കാതെ ഇവിടെ ഒന്ന് കുത്തിരിക്കണേ? ഞാൻ ആരെയും ശല്യപ്പെടുത്തണില്ലല്ലോ, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ. ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, ഞാൻ പോണം. അവൻ പോണെന്ന്. എവിടെ? അവൻ്റെ വീട്ടിൽ പോണെന്ന്. ചുമ്മാ ആവശ്യമില്ല അവരെ പ്രശ്നം ഉണ്ടാക്കാൻ. എടാ നീ ഇവിടെ പോണു, അത് കൊണ്ടുപോയി. അളിയാ ചുമ്മാ തടയല്ലേ. ഞാൻ ഇവിടുന്ന് ഒരുപാട് പ്രാവശ്യം ഇറങ്ങി പോകാൻ തുണിഞ്ഞിട്ടുണ്ട്. ഇത് അതുപോലെ അല്ല. ശ്രീകുട്ട, ഞാൻ എൻ്റെ വിഷമം പിന്നെ ആരോട് പറയോടാ? നീ എൻ്റെ വിഷമം പറഞ്ഞാണ്. നിന്നെ കാണും തോറും എനിക്ക് ദേഷ്യം കയറി വരെയാണ്. നിനക്ക് വസ്തു വരാൻ ഞാൻ താല്പര്യം കാണിക്കുന്നില്ല അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം? നിങ്ങൾക്കുള്ള വസ്തുവൊക്കെ ഞാൻ വാങ്ങിച്ച് പിടിച്ചു വെച്ച് ഞാൻ സ്വന്തമായിട്ട് അനുഭവിക്കുകയാണെന്ന് അല്ലേ? ഡേയ്, അങ്ങനെ ഒരു സംശയമാണ് ഇവിടെ എല്ലാവർക്കും ഉള്ളത്. ശ്രീകുട്ടനെ സഹോദരങ്ങളെ വഞ്ചിച്ചൊന്നും നേടണ്ട.
സഹോദരങ്ങളെ നല്ല ആരെയും വഞ്ചിച്ച് ശ്രീകുട്ടനെ ഒന്നും നടണ്ട. നീ വെറുതെ സംസാരിച്ച് കാട് കയറാണ്. കയറും, കാട് കയറും. കയറിയാൽ ഞാൻ വള്ളി തൂങ്ങി തിരിച്ച് വരികയും ചെയ്യും. ടാർസന അതാണ് ശ്രീകുട്ടൻ. ഇവിടെ സ്നേഹത്തിന് ഒരു വിലയില്ല. നെഞ്ച് പിളർന്ന് കാണിച്ചിരുന്നാലും ചെമ്പക പൂന്നേ പറയും. ചെമ്പരത്തി പോടെ. എന്തായാലും പൂന്നല്ലേ പറയൂ. ഞാൻ കുറച്ച് അഹങ്കരിച്ച്. എൻ്റെ ചേച്ചി വിശാലമായ മനസ്സുള്ളവളാണ്, എന്നെ തള്ളി പറയുമെന്നൊക്കെ. അളിയനും ചേച്ചിയൊക്കെ എനിക്കും കൂടെ വേണ്ടിയിട്ടാണ് ജീവിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ചുമ്മാ പറഞ്ഞു ഓരോന്ന് വിഷമിപ്പിക്കാടെ. ഇത്ര കഷ്ടം നോക്കത്. അളിയൻ വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് എൻ്റെ പിള്ളേരെ അളിയനെയൊക്കെ കാണണമെന്ന് തോന്നുമ്പോൾ ആ ഗേറ്റിൻ്റെ വെളിയിൽ നിന്ന് കണ്ടിട്ട് പൊക്കോളാം. ഞാൻ വരുമ്പം അളിയൊന്ന് പുറത്തോട്ടെങ്കിലും ഇറങ്ങി പറഞ്ഞ അളിയാ. ചെറുക്കന് ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് കല്ലൂല നിൽക്കണോ? അച്ഛാ, അമ്മ ഒന്നും ചെയ്യല്ലേ. അടിക്കൊന്നും വേണ്ട. അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒരിക്കൽ കള്ളനെന്ന് മുദ്ര കുത്തിയ അത് ജീവിതകാലത്തിൽ ഒരിക്കലും മാറാനുമില്ല. മാമ വിട്ട് കള മാമ. നീ വിട്, ഞാൻ പോട്ടെ. മാമ എന്നെ മക്കളെ, മാമൻ എവിടെയെങ്കിലും വെച്ച് കാണുമ്പം മാമാന്ന് വിളിക്കട്ടെ മക്കളെ. മാമ ഇപ്പഴല്ലടി, എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴും. വിട്, ഞാൻ പോണ്. ഇവിടെ തീരി വിട്, ഞാൻ പോട്ട്. നിന്റെ തമ്പി അളിയനാണ് പറഞ്ഞ. ഇനി വിട്, കൈന്ന് വിട്. ഇരടാ വിടാ. ശരി. അങ്ങോട്ട് മാറി നിന്നാ മതി. ഇപ്പൊ ഈ സ്നേഹമൊക്കെ കാണിക്കും. കുറച്ചുകൂടെ തലയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാത്തിന്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറും. എന്താ ചൂട്ടുമാ? പറ്റിയൊന്നും പറയാതിരിക്കണമെന്ന് മക്കളെ ഭേദം. അച്ഛാ, അച്ഛനടുത്ത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മാമനെ വഴക്ക് പറയരുതെന്ന്. അച്ഛനാണ് ഈ കുടുംബത്തിൽ അന്തചിത്രം ഉണ്ടാക്കുന്നത് കേട്ടോ. എന്റെ പൊന്നു മക്കളെ, അച്ഛനല്ല ആ മാമനെ വഴക്ക് പറഞ്ഞത്, നിന്റെ അമ്മയാണ്. ചോദിച്ചോക്ക്. ആഹാ, അച്ഛന്റെ പാത അമ്മയ്ക്ക് കയറിയാ. ഞാൻ ആകെ മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുക. എന്നെ ഒരു ഇന്റേണൽ എക്സാം എഴുതാത്ത കാരണം ബെസ്റ്റ് ബാച്ചിൽ നിന്ന് ഔട്ടാക്കി. എനിക്ക് സ്കോളർഷിപ്പിൽ റാങ്ക് ഉള്ള കാരണം ചിലപ്പോൾ ഇന്നാക്കും. മാറ്റിയിട്ട് പിന്നെ പരിഗണിക്കൂ. എന്തോന്ന് മക്കളെ പറയണേ? അച്ഛാ, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞാൽ അച്ഛനൊന്നും മനസ്സിലാകത്തില്ല. ഇപ്പോഴത്തെ ടീച്ചർമാരിന് പോലും മനസ്സിലാകുന്നില്ല, പിന്നല്ലേ അച്ഛനെ പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങള് അച്ഛനും മക്കളും കുറ്റം പറഞ്ഞ് കളിച്ചോണ്ടിരിക്കും. ഞാൻ പോണു. ശ്രീകുട്ടാ, അവിടെ ഇരി. നീ പോവല്ലേ? നീ പോയാ എന്റെ ഒരു വശം തളർന്നു പോകും. എന്റെ താങ്ങാണ് പോണത്. സമ്മതിച്ചു. കയ്യിന്ന് വിട്. ഇരി. ഞാൻ പറഞ്ഞ എന്നെ കയറി പിടിക്കലെന്ന്. ഞാൻ പോകാൻ പോണം. വിട്. അവൻ എത്ര നിർബന്ധമാണ് അവൻ പോട്ടെ. ആ കണ്ട, പറഞ്ഞു വിടാനുള്ള അതിർത്തി കണ്ട. എൻ്റെ ദൈവമേ, ഇവർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്. ഡേ, നിന്റെ ഈ ദുഷ്ട മനസ്സും ആർത്തിയും കൊണ്ടാണ് നിനക്കൊരു സൂചി കുത്താൻ പോലും സ്ഥലം കിട്ടാത്തത്. എടാ, എനിക്ക് ആർത്തി ഇല്ലാത്തോണ്ടാണ് എനിക്കൊന്നും കിട്ടാത്തത്. ഞാൻ കേസ് കൊടുത്തിട്ടെങ്കിൽ എനിക്ക് നേരത്തെ കിട്ടിയാനേ എന്തെങ്കിലുമൊക്കെ. ആഹാ, അപ്പൊ കേസ് കൊടുക്കാന്നവരായി. അല്ല, കേസ് കൊടുക്കണമെങ്കിൽ എൻ്റെ പരിചയത്തിൽ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, എൻ്റെ ഫ്രണ്ടാണ്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലേ. എന്നാലും എൻ്റെ ദൈവമേ, സ്നേഹത്തോടും വിശ്വാസത്തോടും കഴിഞ്ഞിരുന്ന രണ്ട് സഹോദരങ്ങളെ തമ്മിൽ നീ അകറ്റിയല്ലേ. നിനക്ക് എന്ത് കിട്ടി? എന്തായാലും ഉടൻ തന്നെ അച്ഛനെ എല്ലാ വിവരവും അറിയിക്കണം. നീ ആരാണെങ്കിൽ തീരുമാനം എടുക്ക്. അടി, ഞാൻ ആണ് തന്നെ. ഇന്നലെ നിനക്ക് സ്ഥലമൊക്കെ എഴുതാലോ. നീ വാ, അച്ഛനെ സംസാരിക്കാം. ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കാം. എന്താന്ന് ഞാൻ അറിയാതെ അടിച്ചാണ് നമ്മളെടാ. നീ അച്ഛനെ പറയല്ലേ, അറിയാതെ അടിച്ചിട്ടുണ്ടാണേ. നിന്നെ തമ്പിളിയല്ലടാ. അച്ഛനെ പറയല്ലേടാ. ഞാൻ ദേഷ്യം വന്നപ്പോ ആടം പറയലടാ. അരിയുണ്ടാവാൻ ചേരാടാ. പറയും. അരിയുണ്ടാവാൻ ചേരാടാ. പറയും. പറയലടാ. എനിക്ക് നല്ല വേദനിച്ച്. എടാ, അരിയുണ്ടാവാൻ ചേരാന്ന് പറഞ്ഞില്ലടാ. ഞാൻ പറയും.
പറയും എടാ, നിനക്ക് എത്ര അരി വേണം പറ, ഞാൻ വാങ്ങിച്ചു തരാം. എത്ര വേണോ ഞാൻ വാങ്ങിച്ചു തരാം. നീ മാവണ്ട പറയാതിരുന്നാ മതി. ഞാൻ പറയും. ഇനി അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് എന്നെ എത്ര എണ്ണം വാങ്ങിച്ചു തരും? 5 എണ്ണം മതി. 10 എണ്ണം പറ്റിക്കൽ ഇല്ല. അത്രേ ഉള്ളോ?